ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗപ്പീസിനെ കുറിച്ച് കുറച്ച് വീഡിയോ ചെയ്യുന്നതിൻ്റെ കൂടൊപ്പം തന്നെ നമുക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നമുക്ക് ഗപ്പി ഫാം പുതുതായി തുടങ്ങുന്നവർക്കുള്ള കുറച്ച് ടിപ്സാണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ ഗപ്പീസ് നമ്മൾ പാക്ക് സീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റബ്ബർ ബാൻഡ് ഇടണം. ആ ഒരു ഡ്യൂട്ടിയിലാണ് ഞാൻ. ആ ഒരു ടൈമിലാണ് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കുറച്ച് കാര്യം ഷെയർ ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ പുതിയതായിട്ട് ഇപ്പം ഗപ്പീസ് നമ്മൾ ചെയ്യുന്നവർക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നമുക്ക് നമ്മുടെ സെയിൽസ് എങ്ങനെ സെറ്റ് ചെയ്യാനാണ്. നമ്മുടെ സെയിൽസ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇൻസ്റ്റഗ്രാം, അതുപോലെ യൂട്യൂബ്, സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള അടുത്തടുത്തുള്ള ഷോപ്പുകളൊക്കെ ഉണ്ടാവും. നമ്മൾ അടുത്തടുത്ത് ഗപ്പീസിൻ്റെ അല്ലെങ്കിൽ ഷോപ്പുകളിൽ നമുക്ക് അത്യാവശ്യം ഷോപ്പുകളിൽ നമുക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും, അതൊക്കെയാണ് നമ്മളിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗപ്പീസ് നമുക്ക് അടുത്തടുത്തുള്ള ഷോപ്പുകളിൽ നമുക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. മീൻസ് നമുക്ക് ചില സമയത്ത് ഒരു ഫിഷിന് ചിലപ്പോൾ ഒരു 7 അല്ലെങ്കിൽ ഒരു 6, 8 ആ റേറ്റൊക്കെ ആയിരിക്കും ചില ടൈമിൽ കിട്ടുന്നത്. ചിലപ്പോൾ നമുക്കൊരു പെയറിന് ചിലയിടത്തൊക്കെയാണെങ്കിൽ 50 തരും, ചിലയിടത്താണെങ്കിൽ ഒരു പെയറിന് 30 തരുന്നത് നമ്മൾ അക്വേറിയത്തിൽ. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കുക നിങ്ങൾക്ക്. അപ്പോൾ അക്വേറിയം ബേസ് ചെയ്ത് സെയിൽ വേണോ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് റീറ്റെയിൽ വേണോ? അതാണ് കൂടുതൽ റീറ്റെയിൽ ചെയ്യാൻ കാരണം. നമുക്ക് അക്വേറിയത്തിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നല്ല റേറ്റിംഗ് കിട്ടില്ല, ബട്ട് നമ്മുടെ സാധനം നല്ല ക്വാളിറ്റി ഉള്ളതാവാം. ബട്ട് ക്വാളിറ്റി ഒന്നും അവർ നോക്കാറില്ല. അവർക്ക് നമുക്ക് ഈ റേറ്റിനാണെങ്കിൽ എടുക്കും, എത്ര വേണോ എടുക്കാം. ബട്ട് നമുക്കതൊരു വലിയ നഷ്ടമാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഇത്രയും നമ്മൾ അടിപൊളി ഫീഡൊക്കെ കൊടുത്തിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു ഇത് തോന്നില്ല. പിന്നെ അതുപോലെ അവിടെ നിന്ന് എടുക്കുന്ന നമുക്കിപ്പോൾ പലരും നമ്മളിപ്പോൾ അക്വേറിയങ്ങൾ നിങ്ങളിപ്പോൾ ഡയറക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ഞാൻ അക്വേറിയത്തിൽ നിന്ന് ഒത്തിരി വെറൈറ്റി എടുത്തിട്ടുണ്ട്. ജാപ്പനീസ് ബ്ലൂക്ക് ഞാൻ അക്വേറിയത്തിൽ നിന്ന് എടുത്തത് വലിയ വിറ്റാണ്. അവർ ജാപ്പനീസ് ബ്ലൂവിൻ്റെ ഇപ്പോൾ എക്സാമ്പിൾ നല്ല ടെയിലുള്ളതിൻ്റെ കൂടെ ഇട്ടിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ മീൻസ് അതിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമുണ്ട്. മീൻസ് അതിൻ്റെ ഫീമെയിൽ അത്യാവശ്യം മെയിൽ അത്യാവശ്യം നല്ല വാലക്കുള്ള അടിപൊളിയായിരുന്നു. ബട്ട് നമുക്ക് ഞാൻ ഇത്രയും വർഷം ഇതിൻ്റെ പുറകെ ഇങ്ങനെ നമുക്ക് നടക്കുന്നതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ ഫീമെയിൽ ഏതെന്ന്. പക്ഷേ അവരതിലിട്ടിരിക്കുന്ന ഫീമെയിൽ ഒരു ഫീമെയിലിൽ നല്ല ഡോട്ടൊക്കെ വരുന്നൊരു ഫീമെയിൽ. ഞാൻ ചോദിച്ചത് ഇതിൻ്റെയാണ്. അപ്പോൾ പറഞ്ഞത് പുതിയ വെറൈറ്റിയാണ്. സോ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കുറച്ച് ഉടായ്പകളുണ്ട് അതിനകത്ത്. അവന്മാർ കള്ളത്തനങ്ങളൊക്കെ കാണിക്കും. കള്ളത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ആ ഒരു വെറൈറ്റി ഒത്തിരി ക്വാളിറ്റി ഇല്ലാത്തതാണെങ്കിൽ വേറെ അതിൻ്റെ കൂടെയൊക്കെ മിക്സ് അടിക്കും. അത് ചിലയിടത്ത് അങ്ങനെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൊറിയർ അയക്കുന്നവരും നമുക്ക് ട്രസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. നമുക്ക് അതിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പല തരത്തിൽ കാര്യങ്ങളുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. അത് എനിക്ക് പറ്റിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ മെൻഷൻ ചെയ്യുന്നില്ല എൻ്റെ പേര്. ഇതേ പ്രശ്നം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചിലയിടത്തൊക്കെ മടിക്കാൻ കാരണം. നമ്മൾ ഈ അക്വേറിയത്തിൽ പോയി മേടിക്കുന്നത് മടിക്കാൻ കാരണം അതൊരു വൺ ഓഫ് ദി തിങ് ആണ്. പിന്നെ വേറൊരിപ്പോൾ ഈ നമുക്ക് ഫാം സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് തോന്നുന്നൊരു മെയിൻ ഡൗട്ടാണ് നമുക്ക് എന്തിലാണ് നമുക്ക് ഗപ്പി ഫിഷൊക്കെ നമുക്ക് വളർത്താൻ പറ്റിയത്. നമുക്ക് അത്യാവശ്യം നിങ്ങളുടെ ഐഡിയ അനുസരിച്ചാണ്. ഇപ്പോൾ നിങ്ങളുടെ സ്പേസും അതൊക്കെ. ഇപ്പോൾ ഔട്ട്ഡോർ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, ഇൻഡോർ ആണോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അത് 2 കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഔട്ട്ഡോറാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, ഔട്ട്ഡോർ മീൻസ് നമുക്ക് പുറത്താണ് ഗപ്പീസ് നമുക്ക് വളർത്താൻ വേണ്ടി പറ്റുന്ന ഒരവസ്ഥയാണെങ്കിൽ നമുക്ക് പുറത്ത് ആണെങ്കിൽ ഇപ്പോൾ എക്സാമ്പിൾ ആമ്പലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെടികൾ വളർത്തിയിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾ ഡബ്ബുകളിൽ കുറച്ച് സെറ്റ് ചെയ്തിടുക. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ നിങ്ങൾക്ക് ഒരു ചെടിച്ചട്ടിയിൽ എന്തെങ്കിലും ഒരു ആമ്പൽ നട്ട് വെച്ചിട്ട് അതിനകത്ത് ഗപ്പി വളർത്തി നോക്ക്. ആർട്ടിമിയോ ഒന്നും വേണ്ട, അതിൻ്റെ 100 ഇരട്ടി നിങ്ങൾക്ക് അതിൽ നിന്ന് ലാഭം കിട്ടും. ഒരു നെറ്റോ എന്തെങ്കിലും കൂടി ഇട്ടിരുന്നിട്ട് വേറെ ഒന്നും പിടിച്ചുകൊണ്ട് പോകാത്ത രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല ഏണിങ്സ് അതിൽ നിന്ന് കിട്ടും. അത് ഔട്ട്ഡോർ നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും വെച്ച് അടച്ചു വെച്ചും ചെയ്യാം. വാട്ടർ പ്ലാന്റ്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന ഫീഡ് അത്യാവശ്യം കുറഞ്ഞു പോയാൽ, ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ 2 ദിവസം ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം മീനുകൾ ചത്തുപോകില്ല. വാട്ടർ ചേഞ്ച് കുറച്ച് മതി വാട്ടർ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ. കാരണം ന്യൂട്രിയൻസിൻ്റെ എമൗണ്ടോ ഇപ്പോൾ വെള്ളത്തിൽ ഫിഷിൻ്റെ ഈ അമോണിയയുടെ വേസ്റ്റ് ഈ ചെടികൾ വലിച്ചെടുക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രയോജനമുണ്ട്. അത് പിന്നെ ഡബ്ബിൽ നിങ്ങൾക്ക് വളർത്താം. ഡബ്ബിൽ വളർത്തുകയാണെങ്കിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഡബ്ബിലും കുറച്ച് വാട്ടർ പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക. അല്ലെങ്കിൽ ആൽഗെ വാട്ടർ ഇൻക്ലൂഡ് ചെയ്തിട്ട് വളർത്തിക്കഴിഞ്ഞാൽ ഡബ്ബിൽ ഒരു പരിധി വരെ സക്സസ് ആണ്. ബട്ട് ഡബ്ബിൽ നമുക്ക് വലിയ എമൗണ്ട് ഫിഷ് സെറ്റ് ചെയ്തെടുക്കാൻ പാടാണ്. ഇപ്പോൾ ഫ്രിഡ്ജ് കേസിലാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു ബ്രീഡിംഗ് കേജ് ഇട്ടിട്ട്, ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രീഡിംഗ് കേജ് ഇട്ടതിന് ശേഷം ബ്രീഡിംഗ് കേജിൽ കുറച്ച് ഗപ്പീസ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ബ്രൂഡ് സ്റ്റോക്ക് ആയിട്ടുള്ള നമ്മുടെ മെയിൻ സാധനത്തിന് നമ്മുടെ ബ്രീഡിംഗ് കേജിലിടും. അതിനുശേഷം കുഞ്ഞുങ്ങൾ ഇറങ്ങിയതിന് ശേഷം 2 ആഴ്ച കുഞ്ഞുങ്ങളെ ഞാൻ ആ ബ്രീഡിംഗ് കേജിന് പുറത്ത് ആ ഫിഷ് ടാങ്കിൽ തന്നെ ഇട്ടിരിക്കും. മൊയിനെല്ലാം കൊടുത്ത്, അപ്പോൾ മറ്റേ ബ്രൂഡ് സ്റ്റോക്കിന് കൊടുക്കുന്ന മൊയിനയും ബാക്കി വരണതൊക്കെ എല്ലാം ഇനി കുഞ്ഞുങ്ങളൊക്കെ കഴിക്കും. ആ രീതിയിൽ ഒരു 2 ആഴ്ച തോറും ഞാൻ അവിടെ ഇട്ടേക്കും. ആ 2 ആഴ്ച കഴിയുന്ന ടൈമിലാണ് എടുത്തതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളൊരു മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് ഈ ഫിഷസ് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം പെട്ടെന്ന് ഗ്രോത്ത് കയറും. കാരണം ഇതിൻ്റെ ഈ പാരൻസിൻ്റെ കൂടെ കിടക്കുമ്പോൾ അത്യാവശ്യം നല്ല ഗ്രോത്ത് കിട്ടുന്നുണ്ട്. അതിന് ഞാൻ നോട്ട് ചെയ്തിട്ടൊരു പോയിൻ്റാണ്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊരു 45 to 35 ആ ഒരു ടൈം പീരീഡിൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു മീഡിയം സൈസ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് ഡെയിലി ഞാൻ മൊയിനാണ് ഫീഡ് കൂടുതൽ കൊടുക്കാറുള്ളത്. പിന്നെ പ്രിൻസ് വെയിനെ കുറിച്ച് കുറേ തെറ്റിദ്ധാരണകൾ പലരും പറയുന്നുണ്ട്. എനിക്കറിയില്ല, പേഴ്സണലി ഞാൻ കുറേ ഡേയ്സ് കൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ഡേയ്സ് അല്ല, കുറച്ച് ഇയേഴ്സ് ആയിട്ടുണ്ട്. അത് പണ്ടേ യൂസ് ചെയ്യുന്ന കുറച്ച് പേരടുത്ത് അറിയാം. പലരും ചോദിക്കുമ്പോൾ ചിലർ പറയും അത് കൊള്ളില്ല, പലരും അതിനെക്കുറിച്ച് ബേഡ് ഉള്ളവരുണ്ട്. ബട്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇതുവരെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ ഇപ്പോഴും അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മൊയിന നമുക്ക് ഇന്ന് എനിക്കൊരു 6 പാക്കറ്റ് മൊയിന പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ മൊയിന അത്യാവശ്യം നമുക്ക് എന്നും സെയിലായി പോകുന്നുണ്ട്. ഞാൻ മൊയിന ഇപ്പോൾ ഫീഡ് നല്ല കൊടുക്കുന്നുണ്ട്. മൊയിനൊക്കെ നമുക്ക് ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പിന്നെ പുതുതായിട്ട് ഫാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് മൊയിന കരുതിക്കോളുക. മൊയിന നമ്മളതിലുണ്ട്. നമ്മൾ റേറ്റൊന്നും കൂട്ടിയിട്ടില്ല. പലരും 70 രൂപയ്ക്കൊക്കെ വിൽക്കുന്നവരുണ്ട്. ഞാൻ 70 രൂപയ്ക്ക് വിൽക്കുന്നവരെന്ന് വാങ്ങിച്ചിട്ടാണ് ഞാൻ സെയിൽ ചെയ്യുന്നത്. പക്ഷേ ഞാൻ 100 രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത്. അങ്ങനെ പറയാൻ കാരണം, മൊയിനയൊക്കെ പണ്ട് ഇറങ്ങിയ ടൈമിൽ 50 രൂപ തന്നെ. പക്ഷേ ഞാനിപ്പോൾ വാങ്ങാൻ പോയപ്പോൾ എനിക്ക് 70 രൂപയ്ക്കാണ് കിട്ടിയത്. എന്തെന്നറിയില്ല, ഇപ്പോൾ എല്ലായിടത്തും 70 രൂപയാണെന്ന് അറിഞ്ഞൂടാ. ബട്ട് ഞാനിപ്പോഴും 50 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമുക്ക് പലരും കൊറിയർ ചാർജിൽ കുറയ്ക്കാനുണ്ട്. ബട്ട് ഞാൻ കൊറിയർ ചാർജ് നമ്മൾ മിനിമം 90 രൂപ വാങ്ങാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പാക്കിംഗ് ബോക്സും ഇതും സെറ്റ് ചെയ്യണത്, കവർ, ഇതെല്ലാം നമുക്കതിൽ ഫിഷിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാറില്ല. ഞാൻ ഫിഷ് ഒരു 100, 50, 70, 80 ആ റേഞ്ചൊക്കെയാണ് എൻ്റെ ഉള്ള കൂടുതൽ ഫിഷിൻ്റെ റേറ്റ്. കാരണം ഞാൻ കൊറിയർ ചാർജിലൊന്നും നമുക്ക് കൊറിയർ ചാർജ് കൂടെ നമുക്ക് കൂട്ടാതിരുന്നു കഴിഞ്ഞാൽ വൻ നഷ്ടമായിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ കൊറിയർ ചാർജ് നമുക്ക് ഒരാഴ്ച തന്നെ അത്യാവശ്യം നല്ല എമൗണ്ട് ആകും കേട്ടോ. അപ്പോൾ നിങ്ങൾ കൊറിയർ ചാർജ് തന്ന് വാങ്ങുന്നത് ഒരു പരിധി വരെ നമുക്ക് ലാഭമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് ഇത്രയും വേർത്ത് കുളിച്ച് കഷ്ടപ്പെട്ടിട്ട് നമുക്കൊന്നും കിട്ടാതിരുന്നത് കാര്യമല്ല. കാരണം ഇതൊക്കെ ഇത്രയും കിടന്ന് പാക്ക് ചെയ്യുമ്പോൾ തന്നെയുള്ള കഷ്ടപ്പാട് നമുക്ക് സീൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ഇത്രയും നല്ല രീതിയിൽ എയർ ടൈറ്റ് ചെയ്യും. ഈ എയർ ടൈറ്റ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എയർ ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പ്രസ്സിങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇവിടെയൊക്കെ ഫിഷ് ആയിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് പ്രസ് ആവില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എയർ ടൈറ്റ് ചെയ്ത് പ്രസ് ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ. പിന്നെ ഗപ്പീസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ വളർത്താൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ സാധനം ഓവർ ചില വെറൈറ്റീസ് പോകുന്നില്ല, കിടക്കുകയാണെങ്കിൽ നമ്മളടുത്ത് പറയുക, നമ്മളതിൻ്റെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് മീൻസ് നമുക്ക് ഇത് ബൾക്കായിട്ട് കൊടുക്കാനുണ്ട്, ആർക്കെങ്കിലും ആവശ്യമാണോ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വീഡിയോസ് അയച്ചു തന്നാൽ നമ്മൾ ചാനലിലിടും. അത് നിങ്ങൾക്ക് വേണ്ടൊരു സപ്പോർട്ടാണ്. നമ്മുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചിട്ടുള്ളവരാണ്, അവർക്കാണ് നമ്മളത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. അല്ലാത്തവർക്കാണെങ്കിൽ നമുക്കതിന് ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ മേടിക്കാറുണ്ട്. ഓക്കെ, അതും കൂടെ നമ്മളിതിൽ പറയുകയാണ്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള കൊണ്ടുപോയി നമ്മളെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്താണ് നിങ്ങൾ മേടിച്ചിട്ട് നിങ്ങൾക്ക് സാധനം പോവാതെ കിടക്കുകയാണെങ്കിൽ അവർക്ക് ഫ്രീ പ്രൊമോഷനാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ ഫാം പ്രൊമോഷനല്ല, മീൻസ് ഇപ്പോൾ നമ്മുടെ കുറച്ച് പേഴ്സൊക്കെ സെയിലിന് അവൈലബിൾ ആണ്. നിങ്ങളുടെ നമ്പർ ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ട് നമുക്കിപ്പോൾ കുറച്ച് ബൾക്ക് കൊടുക്കാനുണ്ട്. അങ്ങനെ നമുക്ക് എൻ്റെ ചെയ്യുന്ന സാധനം ഓർഡർ ചെയ്തിട്ടുള്ളവർക്ക് കേട്ടല്ലോ, അത് നിങ്ങൾക്കുള്ളൊരു പുതിയൊരിതാണ്. കാരണം നമ്മളെ ഫാമിലി പോലെയല്ല, നമ്മുടെ ഈ യൂട്യൂബ് ഫാമിലിയിലുള്ളവരാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു സപ്പോർട്ടാണത്, നമ്മുടെ ഫാമിലി സപ്പോർട്ട് പോലെയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ലാസ്റ്റ് ടൈം ചെയ്ത പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ നമ്മുടെ കുറേ ഏകദേശം ഒരു 2024 ശേഷം ഓർഡർ ചെയ്തവരുടെ പകുതി നമ്മളെ ഫീഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനെല്ലാം ഓൺലൈനിൽ നമ്മൾ ഫീഡ് ചെയ്താണ് പോകുന്നത് അവരുടെ ഡീറ്റെയിൽസ്. ഫീഡെന്ന് മീൻസ് നമ്മൾ വാട്സപ്പ് ബിസിനസ് അക്കൗണ്ട് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ മറ്റിതുമായിട്ട്, കമ്പ്യൂട്ടറുമായിട്ട്. എന്നിട്ട് നമ്മൾ അതിലെല്ലാം ഞാനത് ഡയറക്റ്റ് ചെയ്ത് വേഡ് പേഡ് വഴി വേഡ്പെടലല്ല ഞാനതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കമ്പ്യൂട്ടറിൽ ഫയലുകളായിട്ട്. സോ അതുകൊണ്ട് നമുക്കത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് നിങ്ങൾ സാധനങ്ങളൊക്കെ വേണ്ടി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ എന്തെങ്കിലും ഫാം പുതുതായിട്ട് ഇപ്പോൾ ഒത്തിരി പേര് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് പേരൊക്കെ എന്നെ ഡൗട്ടൊക്കെ ചോദിച്ച് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട്, അതിലൊക്കെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒത്തിരി സാധനം നമ്മളിന്ന് ഓർഡർ ചെയ്യുക. കാരണം ഇനി പുതിയ സ്റ്റോക്ക് കുറേ എടുക്കുന്നുണ്ട് നമ്മൾ. മീൻസ് എല്ലാം നിങ്ങൾക്ക് റേറ്റ് കുറച്ച് എത്തിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും. അതുപോലെ ശ്രീലങ്ക വൈറ്റ് പോലുള്ള കിടുക്കാച്ചി ഐറ്റംസൊക്കെ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ അത്യാവശ്യം നമുക്ക് ബൾക്ക് ഓർഡേഴ്സൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇനിയും റേറ്റ് കട്ടയ്ക്ക് അങ്ങ് ഇറക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഈ വീഡിയോ കണ്ടു വരുന്നവർക്ക് നമുക്ക് ആൽബിനോ ഡംബോ ബിഗ് ഇയർ നമുക്ക് റേറ്റ് കുറച്ച് തരാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ അതിൻ്റെ കോഡാണ് 300 ഗപ്പി എന്നുള്ളതാണ് അതിൻ്റെ കോഡ്. 300 ഗപ്പി എന്നുള്ള കോഡ് പറയുന്നവർക്ക് നമുക്ക് ഡംബോ ബിഗ് ഇയർ
നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് മേടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 50 രൂപ പേരിൽ മേടിക്കാം. 300 ഗപ്പി കട്ടിൽ. അത് ഈ വീഡിയോ മൊത്തം വാച്ച് ചെയ്യുന്നവർക്കുള്ളൊരിതാണ്. അതാണ് ഞാൻ ഈ ടൈമിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ 300 ഗപ്പി എന്ന് പറഞ്ഞത് കൊടുക്കുന്നവർക്ക് 50 രൂപയ്ക്ക് നിങ്ങൾക്ക് ഡംബോ ബിഗ് ഗിയർ നമ്മൾ 150 കൊടുക്കുന്ന സാധനമാണ്. ഓക്കെ, ഇപ്പോൾ ഓരോ ഓഫറെ ആപ്ലിക്കബിൾ ആവും. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ 1000-ൻ്റെ മറ്റു ഓഫർ എടുക്കുന്നവർക്ക് ഈ ഓഫർ ആപ്ലിക്കബിൾ ആവില്ല. മീൻസ് അപ്പോൾ ഏതെങ്കിലും ഓരോ ഓഫറെ ആപ്ലിക്കബിൾ ആവും. കുറേ ഓഫർ നമ്മൾ പല വീഡിയോയും ചെയ്യുന്നുള്ളൂ. എല്ലാ ഓഫറും കൂടെ നമ്മൾ ഒരുമിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് കഷ്ടമായിപ്പോവും. കാരണം എല്ലാം കറക്റ്റ് ആയില്ല. കാരണം നമുക്ക് കുറച്ച് ഓർഡേഴ്സ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഓഫർ കൊടുക്കുന്നത്. സത്യം തന്നെയാണ് ഞാൻ പറയാം. നമ്മളിങ്ങനെ പുതിയ ഓഫേഴ്സൊക്കെ കൊടുക്കുമ്പോൾ അതിൽ അത്യാവശ്യം ആൾക്കാർ എൻഗേജ് ആയി നമുക്ക് കുറച്ച് ഓർഡേഴ്സ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ നിങ്ങളടുത്ത് കാര്യം പറഞ്ഞിരുന്ന് ഇതെല്ലാം പാക്കിങ് കഴിഞ്ഞു. ഇനിതാ അപ്പോൾ ഇവിടെ വരി കൂട്ടി വെച്ചിരിക്കുന്നുണ്ടാ. ഇതെല്ലാം നമ്മൾ ഇന്ന് പാക്കിങ് വേണ്ടി എടുത്ത് വെച്ചിരുന്നതാണ്. എങ്ങനെയുണ്ട്? വാവ്! അങ്ങനെ പാക്കിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇനി ഇതുപോലെ തന്നെ ഒരു 4 സെക്ഷൻ കൂടെ പാക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എൻ്റെ കിടക്കുന്ന റൂമിൽ വെച്ചാണ് ഇവിടെ ചെയ്യുന്നത് പരിപാടി. ഇനി ഫ്രണ്ട് ഹാളിൽ കൊണ്ടുവച്ച് നമുക്ക് ഇനി എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യും. ഓക്കെ, അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ തുടർന്ന് നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മളെ ഇടുന്ന മാക്സിമം വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഗപ്പി ഫാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും പോവുകയാണെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഓർഡേഴ്സാണ്. ഇതിൽ ഓഫേഴ്സൊക്കെ ഉണ്ട്. തുടർന്ന് ഓർഡർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഈസ് അരുൺ ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ.